തലമുറകളോളം വിളവ് നൽകുവാൻ കഴിയുന്ന അപൂർവമായ ആകാശവെള്ളരി കാണണമെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള കാലിക്കടവിൽ വന്നാൽ മതി. റിട്ടയർഡ് അധ്യാപകൻ കെ.വി. വേണുഗോപാലനും ആരോഗ്യവകുപ്പിൽ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസറായി വിരമിച്ച ഭാര്യ വി.ആർ. ലൈലയും ചേർന്ന് ചെയ്തുവരുന്ന ജൈവ കൃഷിയിടത്തിലെ ഒരിനം മാത്രമാണിത്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ. ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088. ആകാശവെള്ളരി എന്നാൽ ഔഷധ സസ്യമെന്നതിലുപരി സുസ്ഥിര പച്ചക്കറിയായും മധുരഫലമായും ഉപയോഗിച്ചു വരുന്നു. തലമുറകളോളം വിളവ് തരുന്നൊരു അപൂർവ സസ്യവുമാണിതെന്നാണ് പറയുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ കുടുംബക്കാരനാണ് ഔഷധ ഗുണത്തിലും അഗ്രഗണ്യനായ വള്ളിവർഗം. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ചെടി വളർന്നപ്പോൾ ഇടമുറിയാതെ വിളവെടുക്കുന്നു ഇവർ. സൂര്യകാന്തിയുടെ പൂ പോലെ പൂത്തു നിൽക്കുന്ന പൂക്കളും ആകർഷകമാണ്. പ്രോട്ടീൻ, നാരുകൾ, ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ഇവ പ്രമേഹം, രക്തസമ്മർദ്ദം, ആസ്മ, ഉദരരോഗങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ഔഷധവുമാണെന്നാണ് പറയപ്പെടുന്നത്. 28 വർഷം കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ സേവനം ചെയ്ത റിട്ടയർഡ് പ്രധാനാധ്യാപകനാണ് കെ.വി. വേണുഗോപാലൻ. പയ്യന്നൂരിലും പടന്നയിലും ഉൾപ്പെടെ ആരോഗ്യവകുപ്പിൽ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസറായി 29 വർഷം സേവനം ചെയ്ത് വിരമിച്ചതാണ് ഭാര്യ ലൈല. നേരത്തെ പശു വളർത്തുന്നതിൽ സജീവമായിരുന്നെങ്കിലും ഇദ്ദേഹം അസുഖബാധിതനായ ശേഷം ഒരു പശു മാത്രമാണ് ഇപ്പോഴുള്ളത്. ഞാലി, മൈസൂർ, കൂമ്പില്ലാപ്പൂവൻ, വിരൽപ്പൂവൻ, നെയ്പ്പൂവൻ, മണ്ണൻ, അണ്ണാറക്കണ്ണൻ, കൂമ്പില്ലാക്കണ്ണൻ, ചെങ്കദളി, പച്ചക്കദളി, സോദരി, റോബസ്റ്റ, മങ്ക തുടങ്ങി 14 കാട്ടുവാഴകളുടെ ഇനങ്ങളും വീട്ടുവളപ്പിലുണ്ട്. 7 തരം ചീരകളുണ്ട് ഇവരുടെ കൃഷിയിടത്തിൽ. ആകാശവള്ളി 5 വർഷമായി നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുള്ള കൃഷി രീതിയും സാധാരണ ജൈവവളം ഇതൊക്കെ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് പന്തലിട്ടിട്ട് നമ്മൾ വളർത്തുക. മരത്തിൻ്റെ മുകളിൽ കയറിയാൽ മരത്തിനെ നശിപ്പിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ പന്തലാക്കിയിട്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിലധികം അതിൻ്റെ കാവടിക്കാൻ തുടങ്ങിയിട്ട്. സാധാരണ വള്ളിക്കായുടെ ഉപയോഗങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ സാമ്പാർ, അവിയൽ, തോരൻ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇതും പിന്നെ കറികളും അതിനോട് വെക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ആവശ്യം കഴിച്ചിട്ട് നമ്മൾ തൊട്ട് ആൾക്കാർ ചിലവർ കൊടുക്കും. വിൽപ്പനക്കായിട്ട് ഇതുവരെ കിട്ടിയില്ല. വീട്ടാവശ്യം ഉപയോഗിക്കും. പിന്നെ ഉള്ളത് നമുക്ക് കപ്പ, മലേഷ്യൻ കപ്പയുണ്ട്. പിന്നെ സാധാരണ കപ്പയുടെ നട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ 2 വർഷമായിട്ട് മലേഷ്യൻ കപ്പയുടെ ഒരു കൃഷി തുടങ്ങിയിട്ട്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും നല്ല മാംസവും ആയിട്ട് കൂടുതലുള്ള വേകുന്ന കപ്പയാണ്. നല്ല സ്വാദും അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഈൽഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് കാട്ടുവാഴയുടെ 14 തരം വാഴകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഒരേക്കർ വയലിൽ നാടൻ ഇനം നെൽകൃഷിയുമുണ്ട്. പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, റംബൂട്ടാൻ, മുള്ളാത്ത, പേരക്ക, ഇംഗ്ലീഷ് നെല്ലിക്ക, വിലുമ്പി ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നു. ആരെയും ആകർഷിക്കുന്ന വേറിട്ട താമരച്ചെടികൾ ഇവിടെ കാണാം. ഹൈബ്രിഡ് ഇനങ്ങളായ സത്താബങ്കഡ്, വൈറ്റ് പിയോണി, അമേരിക്കമലി തുടങ്ങി നാടൻ ഉൾപ്പെടെ 7 വിഭാഗം താമരച്ചെടികളാണുള്ളത്. ചെറുപ്പത്തിൽ തന്നെ കൃഷി സംസ്കാരമായി എടുത്ത ഈ കുടുംബം ജൈവ കൃഷിയിൽ സമൂഹത്തിന് മാതൃകയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.